അപ്പോൾ ഫ്രണ്ട്സ്, സൺഡേ സ്പെഷ്യൽ ധമാക്ക എപ്പിസോഡിൻ്റെ അവസാനത്തിൽ നമ്മുടെ ഡോക്ടർ ബിന്നി ഹൗസിൽ നിന്നും ഔട്ടായിരിക്കുകയാണ്. അതായത് ആളിക്കത്തിയ തീ പെട്ടെന്ന് തന്നെ കെടുന്ന് പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ 10-20 ദിവസമായിട്ട് ബിന്നിയുടെ ദിവസങ്ങളായിരുന്നു എന്ന് പറയേണ്ടി വരും. സൂപ്പറായിട്ട് വന്ന ക്യാപ്റ്റൻസി, ഹൗസിൽ ഹസ്ബൻഡിന് ഇത്രയും ദിവസം നിൽക്കാൻ പറ്റിയതിൻ്റെ കാർഡ്, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ബിന്നി നേടിക്കഴിഞ്ഞതും ആളിക്കത്തി ആ തീയങ്ങ് അണഞ്ഞു എന്ന് പറയേണ്ടി വരും. അതുപോലെയായി ബിന്നിയുടെ അവസ്ഥ. ഒന്നും അല്ലാതെ ആ ഒരു തീയോടുകൂടി ബിന്നിയും അവസാനിച്ചിരിക്കുകയാണ്. അതായത് ബിന്നിയുടെ ഹൗസിലുള്ള 70 ദിവസത്തെ വാസത്തിന് ശേഷം ബിന്നി ഔട്ടായിരിക്കുകയാണെന്ന് പറയേണ്ടി വരും. അതുപോലെ സാബുമോൻ പറഞ്ഞ കാര്യമാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. അതായത് ബിന്നിയുടെ ഓപ്പോസിറ്റ് സാബുമോൻ്റെ ഓപ്പോസിറ്റ് ബിന്നിയായിരുന്നു വന്നിട്ട് ബെഡിൽ കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ കിടക്കുന്ന ആൾക്കാരൊക്കെ കഴിഞ്ഞ അല്ലെങ്കിൽ സാബുമോൻ്റെ സീസണിലുള്ള ആൾക്കാരെല്ലാവരും ഔട്ടായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ സംഭവിക്കുകയാണ് ചെയ്തത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ആദിലയുടെ ക്യാപ്റ്റൻസി എങ്ങനെയുണ്ട്, ആ പ്രവർത്തനമൊക്കെ മികച്ചതായിരുന്നു എന്നുള്ള കാര്യം ഹൗസ് മേറ്റ്സിൻ്റെ അടുത്ത് ലാലേട്ടനെ അന്വേഷിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റും അല്ലെങ്കിൽ തൻ്റേതായ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞ ഒരു ക്യാപ്റ്റൻസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ജസ്റ്റ് ആസ് എ ക്യാപ്റ്റൻ എക്സിസ്റ്റ് ചെയ്തു, അല്ലാതെ ഒരു റിഫർമേഷനോ അല്ലെങ്കിൽ പുതിയ നിയമങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ആദിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ആദില വാസ് എ ക്യാപ്റ്റൻ, അത്രേ പറയാനുള്ളൂ. ജസ്റ്റ് എൻ അനദർ ക്യാപ്റ്റൻ, അത്രേ ആദിലയെ കുറിച്ച് പറയാനുള്ളൂ. അതായത് അതുപോലെ തന്നെ മിക്കവാറും ഇത് ആദിലയുടെ അവസാനത്തെ വീക്കാവാനാണ് സാധ്യത. എനിക്ക് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് ആദില ഈ ഒരു വീക്കോട് കൂടി ഔട്ടാവാനുള്ള സാധ്യത വലിയ രീതിയിൽ കാണുന്നുണ്ട്. നമ്മുടെ ബിഗ് ബോസിൻ്റെ സ്വന്തമായ സാബുമാൻ 99ാമത്തെ ദിവസം വരെ എത്താനും സാധ്യത ഏറിയിരിക്കുന്നു. ഈ പ്രാവശ്യത്തെ എവിക്ഷൻ്റെ ഇതും കൂടി വന്ന് നോക്കുമ്പോൾ ആ ഒരു തരത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നും ചെയ്തില്ലെങ്കിലും സാബുമാനെ ബിഗ് ബോസ് അവിടെ നിലനിർത്തും. കാരണം ബിഗ് ബോസിൻ്റെ സ്വന്തം ആളാണല്ലോ സാബുമാൻ. അതിപ്പോൾ അവർ തെളിയിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നടന്നിരിക്കുന്ന മെയിനായിട്ടുള്ള സംഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. പിന്നെ വീക്കെൻഡ് എപ്പിസോഡ് ഹോൾ ടുഗദർ അനാലിസിസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഷഹനവാസിൻ്റെയും അനീഷിൻ്റെയും ഫേക്ക് ഫ്രണ്ട്ഷിപ്പും അവരുടെ മുഖം മൂടിയും വലിച്ച് കീറി ബിഗ് ബോസ്. അതായത് PR എന്താണെന്ന് കൂടി അറിയാത്ത ഒരു പിഞ്ചു പാവമാണ് അനീഷ്. അതുപോലെ ഷഹനവാസിൻ്റെ പല കളികൾ, ടാസ്ക് കുളമാക്കുന്ന കളികൾ, അങ്ങനെ പലതും പുറത്തോട്ടേക്ക് വന്നിരിക്കുകയാണ്. എല്ലാ വിവരങ്ങളും പുറത്ത് വന്നു. ഇനി ഇവർക്കൊന്നും ഇവിടെ പ്രത്യേകിച്ച് ഒരു എക്സിസ്റ്റൻസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഷാനവാസും ഔട്ടാവാൻ നല്ല സാധ്യതയുണ്ട്. എന്തായാലും അടുത്ത ആഴ്ച 2 ആൾക്കാർ ഔട്ടാവുമല്ലോ. അതിൽ ഒന്ന് ആദിലയോ അതോ ഷാനവാസോ ആവാനാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് കാണാനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ മക്കളെ.